പരിശുദ്ധമായ ദുൽഹിജ്ജ നമ്മളിലേക്ക് വരുമ്പോ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പരിശുദ്ധമായ ദുൽഹിജ്ജയില് ഓരോരോ സന്തോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ടുന്ന ഒരു കടമയും ഒരു കടപ്പാടും നമുക്കുണ്ട്. വെറും ദിക്റുകളും ഉസ്താദുമാര് പറയുന്ന മുഴുവൻ ദിക്റുകളും മുഴുവൻ സ്വലാത്തുകളും എല്ലാം നിങ്ങൾ ചൊല്ലുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമായിട്ടില്ല. പരിശുദ്ധമായ ദുൽഹിജ്ജയിൽ രണ്ടാളുകളോട് ദുൽഹിജ്ജ ആദ്യം തന്നെ രണ്ടാളുകളോട് പൊരുത്തം ചോദിക്കണം. അതിൽപ്പെട്ട ഒന്നാമത്തെ പൊരുത്തം ചോദിക്കാനുള്ളത് ആരെന്നറിയുമോ? നമ്മളെ ഗർഭം ചുമന്നുകൊണ്ട് നടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ ഉമ്മമാർ. പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ വളരെയേറെ മർമ്മപ്രധാനമായതാണ്. എന്റെ ഉമ്മമാരെ, ദുആ ചെയ്താൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങളാണ്. ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് മാലാഖമാരിലൂടെ അല്ലാഹു റഹ്മത്ത് ചൊരിക്കുന്നതാണ്. ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറ്റാൻ, കഷ്ടപ്പാടുകൾ മാറ്റാൻ ഏറ്റവും നല്ലതുപോലെ കടന്നു വരുന്ന ഒരു മാസം അത് പരിശുദ്ധമായ ദുൽഹിജ്ജയാണ്. അതിന്റെ ഒന്നാമത്തെ വഴി ഏതെന്നറിയുമോ? പ്രിയപ്പെട്ട പുന്നാര ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മയോട് നിങ്ങൾ പൊരുത്തപ്പെടുവിക്കലാണ്. ചില മക്കൾക്ക് ഉമ്മയെന്ന് പറഞ്ഞാ സ്നേഹമില്ല, ചില മക്കൾക്ക് ഉമ്മയോട് വല്ലാത്ത സ്നേഹമാണ്. ചില മക്കൾക്ക് ഉമ്മ എന്ന് പറഞ്ഞാ ഭയങ്കര സ്നേഹമാണ്. എത്ര വയസ്സ് ചെന്നാലും. ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ കണ്ടു, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വൈകുന്നേരം ഞാനത് ഷെയർ ചെയ്യും. ആ വീഡിയോയിൽ ഒരു ഉമ്മയുടെയും മകന്റെയും സ്നേഹത്തിന്റെ സന്തോഷം. ഉമ്മാനെ മറക്കല്ലേ, നോവും കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ, നരകം നീ തേടല്ലേ, കാൽപാദം സുബർഗമെന്ന് നബിയോരും പറഞ്ഞതല്ലേ, ജന്നത്തിൻ വഴിയതൊന്ന് വെള്ളാരം കല്ലാമനമല്ലേ, തേങ്ങുമ്പോ പൊന്നുമ്മ നൽകുന്നോ മണിമുത്തം. പരിശുദ്ധരായ നമ്മുടെ ഉമ്മമാർ, നമ്മൾ എത്ര വഴക്കു പറഞ്ഞാലും കളിയാക്കിയാലും നമ്മളെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ടോ? ആ പ്രിയപ്പെട്ട ഉമ്മയുടെ പൊരുത്തമാണ് ദുൽഹിജ്ജയിൽ നമ്മൾ നേടിയെടുക്കാനുള്ളത്. രണ്ടാമത് ഉപ്പയോടാണ്. ഉമ്മയുടെ പൊരുത്തം നേടി. നിസ്കാരത്തിന് മുമ്പ് നമ്മൾ പതിവാക്കേണ്ടുന്ന ദിക്ർ ഒന്നാമത്തെ എന്നറിയുമോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇന്നുള്ളത് എത്ര തവണയാണ്? ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്റെ കൂടെ വന്നു ചൊല്ല്, എല്ലാവരും ചൊല്ലി. എന്നാൽ നമുക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ഒന്ന് കൂടെ ചൊല്ലുമോ? ലാ ഹൗല, ചൊല്ലിക്ക് എന്റെ കൂടെ ചൊല്ല്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. എന്റെ കൂടെ ചൊല്ലിപ്പോയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ, അവരുടെ ഖൽബിൽ ഒരുപാട് വേദനകളുണ്ട് റബ്ബേ. ലാ ഹൗല ലഹിം, എപ്പോഴും അത് നല്ലതാ. കടങ്ങൾ മാറാൻ, സങ്കടങ്ങൾ മാറാൻ,
ദാരിദ്ര്യം മാറാൻ ലാ ഹൗല ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ഈ ദിവസത്തിൽ വളരെയേറെ മർമ്മപ്രധാനമായ സന്തോഷം നിറഞ്ഞ ദിവസമാണല്ലോ. ആണ് കടങ്ങളുള്ളവരെ, വിഷമങ്ങളുള്ളവരെ അല്ലാഹുവിലേക്ക് നിങ്ങൾ മനസ്സറിഞ്ഞ് ആമീൻ പറയ്. കരുണക്കടലായ അല്ലാഹ് ലാ ഹൗല എന്ന് എന്നോടൊപ്പം ചൊല്ലിയിട്ടുള്ള ഉമ്മമാരുണ്ട്, അവരിൽ കടങ്ങളുള്ളവരുണ്ട്. റബ്ബേ, അവരുടെ കടങ്ങൾ വീടാനുള്ള വഴികളെ തുറക്കണേ അല്ലാഹ്. അതവരുടെ മക്കളിലൂടെയാണോ, അതവരുടെ ഭർത്താവിലൂടെയാണോ? അല്ലാഹുവേ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലകളിലൂടെ അവർക്ക് അതിലേക്ക് എത്തിച്ചേരാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, തട്ടിക്കളയല്ല റഹ്മാനെ, സങ്കടപ്പെടുത്തല്ല റഹ്മാനെ. ലാ ഹൗല ഞങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ ചൊല്ലിയതാണ്. മരിക്കുന്ന സമയം ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. അപ്പൊ ഇന്ന് നമ്മൾ അൽഹംദുലില്ലാ നമ്മൾ ഈ കൂട്ടത്തിലിരുന്ന് ചൊല്ലിയവരൊക്കെ ഭാഗ്യവതികളാണ്. ഇന്നിപ്പോ അത് ചൊല്ലേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതാണ് ചൊല്ലാനുള്ള എന്നറിയുമോ? എന്നോടൊപ്പം ഒന്ന് ചൊല്ലുമോ? യാ ഹയ്യൂ യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ്. ചൊല്ല് യാ ഹയ്യൂ യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ്. 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 പരിശുദ്ധമായ ദിക്റാണല്ലോ ഇത്. ഈ പവിത്രമായ ദിക്റുകൾ നിങ്ങൾ ചൊല്ലുമ്പോ അതിൽ ഒരുപാട് പ്രതിഫലം അല്ലാഹു നമുക്ക് തരുന്നുണ്ട്. അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഇത് നമ്മൾ ചൊല്ലുമ്പോ നമ്മുടെ ഭർത്താവിനെ മനസ്സിൽ കൊണ്ടുവരണം, നമ്മുടെ മക്കളെ കൊണ്ടുവരണം, നമ്മുടെ സഹോദരങ്ങളെ കൊണ്ടുവരണം. അല്ലാഹു അവർക്ക് മാരകമായ രോഗം കൊടുത്തിട്ട് റബ്ബ് പെട്ടെന്ന് വിളിക്കാതിരിക്കാൻ, സങ്കടങ്ങൾ കൊടുത്തിട്ട് അല്ലാഹു നമ്പരപ്പെടുത്താതിരിക്കാൻ, വേദനകൾ കൊടുത്തിട്ട് അല്ലാഹു വിളിക്കാതിരിക്കാൻ അതിനെന്ത് വേണമെന്നറിയുമോ? പടച്ചവനെ, നമ്മൾ ഈ ചൊല്ലിയ ദിക്ർ നമ്മൾ ചൊല്ലിയല്ലോ, ഇനി ദുആ ചെയ്താ മതി. നീ സ്വീകരിക്കണേ അല്ലാഹ്, തട്ടിക്കളയല്ലേ അല്ലാഹ്, സങ്കടപ്പെടുത്തല്ലേ അല്ലാഹ്. രണ്ട് ദിക്റുകളായി അവരെന്റെ കൂടെ ചൊല്ലിയല്ലോ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ പഠിച്ചോ, ഏറ്റവും നല്ല ദിവസങ്ങളായത് നഷ്ടപ്പെടുത്തി കളയാനില്ല. ഇന്നലെ നമ്മൾ സൂറത്തുൽ ഫജ്ർ പറഞ്ഞല്ലോ, വൽ ഫജ്രി വലയാൽ. അല്ലേ, അല്ലാഹു രാവുകളെയും പകലുകളെയും കൊണ്ട് സത്യം ചെയ്യാൻ. സത്യം അല്ലാഹു ചെയ്യുമ്പോ അത്രയും പോരിഷയാണ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. മൂന്നാമത്തെ ദിക്ർ ഏതെന്നറിയുമോ? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ചൊല്ല് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. 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 അല്ലാഹുവേ, സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങൾ ഈ ചൊല്ലുദിനെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മാരകമായ കിടന്നു പോകുന്ന രോഗങ്ങൾ തന്നിട്ട്
ഞങ്ങളെ സങ്കടത്തിലാക്കല്ല റബ്ബേ, ഞങ്ങളെ വിഷമത്തിലാക്കല്ല റബ്ബേ, ഞങ്ങളെ ബേജാറിലാക്കല്ല റബ്ബേ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ഇനി എവിടെന്ന് ഒരു സൂറത്തുണ്ട് ഇന്ന് നിങ്ങൾക്ക് ഓതാനുള്ളത്, അത് സൂറത്തുൽ സിൽസാലാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അത്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ഇശാഓ മഗ്രിബോ, ഒന്നുകിൽ മഗ്രിബിന് ശേഷം അല്ലെങ്കിൽ ഇശാഇന് ശേഷം നിങ്ങൾക്ക് ഈ സൂറത്ത് 7 തവണ നിങ്ങൾ പാരായണം ചെയ്യണം. അല്ലാഹു ഓതാനും കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കാരണം ഖിയാമത്ത് നാളില് നാളെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് കിട്ടാൻ, അല്ലാഹുവിന്റെ അടുക്കൽ വിജയിക്കാൻ ഇതിനെ പോലെ നല്ല ഒരു മാർഗം വേറെയില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടി മുഴുവൻ ആളുകൾക്കും അത് ചൊല്ലാനും അത് കേൾക്കാനും അത് പഠിക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസിൽ സംഗമിച്ച ഒരാളെയും നീ പാഴാക്കല്ല റബ്ബേ, സങ്കടത്തിലാക്കല്ല റബ്ബേ, വേദനയിലാക്കല്ലേ റബ്ബേ. നിങ്ങൾ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. നാളത്തേക്ക് നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ ഒരാൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കും. ഒരാള് ഒരു ലഫ്ള് ചൊല്ലിയ എന്റെ പെങ്ങളെ നാളത്തെ നമ്മുടെ ഖബറിടത്തിലേക്ക് അത് മതി. അല്ലാഹു തആല സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ഓരോ പാഠങ്ങളും നമുക്ക് ഏറ്റവും നല്ല അത്ഭുതങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദുൽഹിജ്ജ കൂടെ അല്ലാഹു നമുക്ക് തന്നിരിക്കുകയാണ്. അതിന് എത്രത്തോളം അല്ലാഹുവിനെ സ്തുതികൾ പറഞ്ഞാലും മതി വരില്ല, എത്രത്തോളം അല്ലാഹുവിനെ വാഴ്ത്തിയാലും മതി വരില്ല. അത്രത്തോളം നിഅമത്തുകളും സന്തോഷങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിച്ചിരുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ എന്ന് പറയുന്നത്. ആ പരിശുദ്ധമായ ഈ ദിവസത്തിൽ ചില ദിക്റുകൾക്ക് വലിയ മഹത്വമാണ്. അപ്പൊ ദിക്റുകൾ അല്ലാത്ത ദിവസം ചെല്ലുന്നത് കൊണ്ട് മഹത്വമില്ല എന്നല്ല, എന്നാലും ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ, ഒരുപാട് സന്തോഷം നിറഞ്ഞ ചില സമയങ്ങളുണ്ടല്ലോ. ആ ദിക്റുകൾ ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് നമുക്കൊന്ന് ചൊല്ലി തീർക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നിങ്ങൾ വേറൊന്നും വേണ്ട, ഞാൻ എത്ര ചൊല്ലുന്നോ അത്രയും നിങ്ങൾ എന്റെ കൂടെ വന്ന് ചെല്ലുക. അതനുസരിച്ച് അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം തരും. നിങ്ങൾ ഞാൻ ചെല്ലുന്നത് കൊണ്ട് നിങ്ങൾ ചെല്ലരുത്. നിങ്ങളുടെ വിശ്വാസം, അടിയുറച്ച ഈമാനിന്റെ മാധുര്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് ചെല്ലുക. എല്ലാവരും എന്റെ കൂടെ ചെല്ലണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ കൂടെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. എന്തിനാ ഇത് ചൊല്ലുന്ന എന്നറിയുമോ? ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ കടന്നു പോകുന്ന പ്രതിസന്ധികൾ മാറി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതീക്ഷയാണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സന്തോഷമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാ നമ്മൾ തോന്നുന്നത്. അള്ളാഹുവേ, നമ്മുടെ ഈ മജ്ലിസിൽ കൂടെ ഇരുന്നു കൊണ്ട് ഓതിയവർ അവർ പല പല വേദനകളിലാണ്, അല്ലാ പല പല പ്രയാസത്തിലാണ്.
റബ്ബേ, പല പല നൊമ്പരത്തിലാണ് റബ്ബേ. നിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ സങ്കടങ്ങളെയും നീ മാറ്റണേ അല്ലാ, എല്ലാ നൊമ്പരങ്ങളെയും നീ മാറ്റണേ അല്ലാ. അപ്പൊ ഒന്നാമത് സൂറത്തുൻ നസ്റാണ് ഓതാനുള്ളത്. അത് നമ്മൾ ഒരുമിച്ച് ഓതിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചൊല്ലാനുള്ള ദിക്ർ ഏതെന്നറിയുമോ? ഇനി നമ്മൾ എല്ലാവരും ചൊല്ലാനുള്ള ദിക്ർ ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു അലല്ലാഹ്. എല്ലാവരും ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു അലല്ലാഹ്. 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 അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്നിലേക്ക് അവർ ഏൽപ്പിക്കുന്നവരാണ്. ഏതെല്ലാം പ്രതിസന്ധികളിൽ നിന്നാണോ അവർ വന്നിട്ടുള്ളത്, ആ പ്രതിസന്ധികൾ മുഴുവനും നിന്നിലേക്ക് അവർ പറയുന്നു അല്ലാ. അല്ലാഹുവേ അവർ നിന്നിലേക്ക് ഏൽപ്പിക്കുമ്പോ ജീവിതത്തിന്റെ സിംഹഭാഗവും അവരിൽ ഉണ്ടല്ലോ റബ്ബേ. നീ തട്ടിക്കളയല്ല അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ, സങ്കടപ്പെടുത്തല്ലേ അല്ലാ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലിയതാണ്. എന്താഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ കരുതിക്കോളി, നല്ലതുപോലെ നിങ്ങൾ മനസ്സിൽ കരുതിക്കോളി. ഇൻഷാ അല്ലാഹ് ആ ഒരു ചിന്തയിലും ആ ഒരു ഓർമ്മയിലും നമ്മൾ മുന്നോട്ട് വന്നാൽ ഒരുപാട് സന്തോഷം അല്ലാഹു നമുക്ക് തരും. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ ദിക്റും നമ്മൾ ചൊല്ലി. മൂന്നാമത്തെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ വരായത്താണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. എല്ലാവരും ചൊല്ല്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. بسم الله الرحمن الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا അർഹമർ റഹീമീൻ. ഈ 3 പ്രാവശ്യം മുതലാണ് അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. നമ്മുടെ നിസ്കാരവും നമ്മുടെ സ്വതക്കകളും നമ്മുടെ അഅ്മാലുകളും നമ്മുടെ നന്മകളും നമ്മുടെ ആവേശങ്ങളെല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളോ പ്രയാസങ്ങളോ സങ്കടങ്ങളോ കൊടുത്തിട്ട് കഷ്ടതയിലാക്കല്ലേ അല്ലാ, നൊമ്പരത്തിലാക്കല്ലേ അല്ലാ, വേവലാതിയിലാക്കല്ലേ അല്ലാ. മാരകമായ രോഗം തന്നിട്ട് പരീക്ഷിക്കല്ല തമ്പുരാനെ. നമ്മുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവര് പലരും പല പല രോഗങ്ങളുള്ളവരാണ്, പല സങ്കടമുള്ളവരാണ്, പല പ്രയാസമുള്ളവരാണ്. അല്ലാഹുവേ അവരെ തട്ടല്ലേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഒരുപാട് സഹോദരങ്ങൾ പല പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ആഗ്രഹങ്ങളും വേദനകളും സങ്കടങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തും ബറക്കത്തും സന്തോഷവുമെല്ലാം എല്ലാവരുടെ ജീവിതത്തിലും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന സാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി കഴിഞ്ഞുകൂടുന്ന ഉത്തമരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും
ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബിഹഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ വഹാദീനാ വഖുർറത്തി അയുനിനാ വതമറത്തി ഫുആദിനാ വമുസ്തഫാനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടി നിറഞ്ഞ മനസ്സോടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളുണ്ട് റബ്ബേ. അവരുടെയൊക്കെ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കണം റഹ്മാനെ. മാരകമായ രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ, സങ്കടങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ, വിഷമങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ. പടച്ചവനെ, ഈ മജ്ലിസിൽ സംഗമിച്ച ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവരുണ്ട്, അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ. അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, കരുണക്കടലായ റബ്ബേ, മാനസികമായി ശാരീരികമായി ഒരുപാട് പ്രയാസത്തിലും സങ്കടത്തിലും കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ മാനസികമായ ശാരീരികമായ സങ്കടങ്ങളും കഷ്ടപ്പാടുകളെല്ലാം നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് റബ്ബേ. അതറിയുന്ന റബ്ബേ, നീ അവരുടെ ആഗ്രഹങ്ങൾക്ക് പരിഹാരം കൊടുക്കണേ അല്ലാ. വേദനകളും അല്ലാ, വേദനകളും നൊമ്പരങ്ങളും കൊടുത്ത് പ്രയാസപ്പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ. കടമുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ. ഉമ്മയും ബാപ്പയും മരണപ്പെട്ടു പോയെന്ന് കമന്റിലൂടെ എഴുതിയവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഉമ്മാന്റെ ഉപ്പാന്റെ കബറുകൾ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ. അല്ലാഹുവേ, നരകത്തിന്റെ കുണ്ടാക്കല്ല റബ്ബേ, നരകത്തിന്റെ വീടാക്കല്ല റബ്ബേ. അല്ലാഹുവേ, നിന്നെ ഇഷ്ടപ്പെടുത്തുന്ന അല്ലാഹുവേ, നല്ല മനസ്സോടുകൂടി കടന്നു വരുന്ന സഹോദരങ്ങൾ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, നമ്മുടെ ദാറുസ്സലാമിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന നമ്മുടെ മെയിൻ അഡ്മിന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ അല്ലാഹുവേ, പ്രിയപ്പെട്ടവരുടെ ഉപ്പയുടെ ആണ്ട് ദിവസമാണ് പടച്ചവനെ. അല്ലാ, ആ ഉപ്പാന്റെ ഖബർ കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ. ആ ഉപ്പാടെ ഖബർ കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, മക്കൾ ചെയ്യുന്ന ഓരോ നന്മകളും ദീനീ ദഅവത്തിന്റെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഖബർ പ്രകാശിപ്പിച്ച് സന്തോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, റഹ്മത്തിന്റെ മലക്കുകളെ നിറച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹു, ഇതിൽപ്പെട്ട ഓരോരുത്തരുടെ ഉപ്പയുണ്ട്, ഓരോരുത്തരുടെ ഉമ്മയുണ്ട്, അവര് പലരും ഖബറിലുണ്ട്. പടച്ചോനെ, ഖബറെടുക്കല്ലേ അല്ലാ, ഖബർ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ, നൊമ്പരത്തിലാക്കല്ലേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.